എന്തു തോന്നുന്നു? കഷ്ടമാണ് വലിയേട്ടാ, കഷ്ടമാണ്. നാട്ടിലും വീട്ടിലൊക്കെ ആളുകളുടെ വിചാരം വലിയ കോടീശ്വരനാണ്. നാട്ടിൽ അമ്പലക്കുളം വെട്ടാൻ സംഭാവന, കൊടിമരം കെട്ടാൻ ലക്ഷങ്ങള്, കട്ടും പിടിച്ചു പറിച്ചും ജീവിക്കുന്ന പെരും കള്ളന്മാരുടെ നേതാവാണെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുന്നത്. കള്ളനാകുന്നവർക്ക് ഇക്കാലത്ത് എളുപ്പം കോടീശ്വരനാകാൻ പറ്റൂ. എടകുട്ട, നീ തീഹാർ ജയിലിൽ ചെന്ന് നോക്ക്. രാജ്യം മുഴുവൻ ആരാധിക്കുന്ന കോടീശ്വരനെയൊക്കെ അതിനകത്ത് കാണാം. നാടിനെ വെട്ടിച്ച് 1000 കോടി 5000 കോടിയൊക്കെ ഒരുമിച്ച് വിഴുങ്ങുന്നതൊക്കെ വെറും കുംഭകോണം, അഴിമതി. നമ്മൾ എന്തെങ്കിലും നക്കാപ്പിച്ച അടിച്ചു മാറ്റിയാൽ അത് പോക്കറ്റടി, പിടിച്ചുപറിയും, മോഷണം. നീ സിറ്റിയിലോട്ട് വന്നത് വലിയേട്ടനെ കാണാനുള്ള മോഹം കൊണ്ടൊന്നും അല്ലല്ലോ. എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ നിനക്ക് കിട്ടണം. അപ്പൊ നിനക്കും ആശ കാശിനോടാണ്. ഒരു കയ്യിൽ സ്നേഹവും മറുകയിൽ 10 ലക്ഷം രൂപയും വെച്ച് കിട്ടിയാൽ നീ എതെടുക്കും? വഴി വിട്ട രീതിയിൽ ജീവിക്കുന്ന നിനക്കൊക്കെ പറയാൻ പല ന്യായങ്ങളും ഉണ്ടാവും. അന്യന്റെ കാശ് കൊണ്ട് ജീവിക്കാൻ നാണോല്ലടാ നിനക്കൊക്കെ. നിനക്കത് മനസ്സിലാകണമെങ്കിൽ നീ ഗീത പഠിക്കണം. ഗീത നമ്മുടെ കട്ടപ്പല്ല ഗീതല്ലേ? നിന്റെ കുടുംബക്കാരെ കുറിച്ച് ചോദിച്ചില്ല. എടാ, ഇത് യഥാർത്ഥ ഗീത, ഭഗവത്ഗീത. കേട്ടിട്ടില്ലേ? ശ്ലോകം ഞാൻ പറഞ്ഞുതരാം. യഥാ യഥാ ഹി ധർമ്മസ്യ. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടിയുടെ തൊണ്ടേക്കറി കുരുങ്ങി. അത് വിട്, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. നീ നേടിയത് വല്ലതും നീ കൊണ്ടുവന്നതാണോ? ഇന്നലെ വേറൊരാളുടെ കയ്യിൽ, ഇന്ന് നമ്മുടെ കയ്യിൽ, നാളെ മറ്റൊരുത്തിന്റെ. എടാ, അർത്ഥം മനസ്സിലായല്ലോ. എടാ, എന്നോടൊപ്പം നിന്നാൽ 10 ദിവസം കൊണ്ട് 10 കോടി ഉണ്ടാക്കി തരാൻ ഞാൻ. നിനക്ക് കാശല്ലേ, എനിക്കങ്ങ് വേണ്ട. എന്നാ റിസർവ് ബാങ്കിൽ നിന്ന് കുറച്ച് നോട്ടടിച്ച് തരാടേ. നോക്ക്, നിനക്ക് സുന്ദരമായ ഒരു മുഖമുണ്ട്, താഴോട്ട് നല്ല ഏരിയയും ഉണ്ട്. ഇത് ഉപയോഗിച്ച് ഞാനത് ക്യാഷ് ആക്കി തരാം. ഒരു കള്ളന്റെ ഏറ്റവും വലിയ ശാപം അവന്റെ രൂപമാണ്. വളരെ ശരിയാണ്. ഈ പിത്തക്കാരികളൊക്കെ പോകുന്നുണ്ടോ? ചൊറിയണം വെട്ടി അടിക്കാൻ തോന്നും. മുഖത്തുണ്ട് കള്ള ലക്ഷണം. പക്ഷെ നിന്റെ അങ്ങനെയല്ല, സുന്ദരമായ മുഖമല്ലേ. നീ ഒന്നുകൂടി സ്റ്റൈലിഷ് ആയാൽ കള്ളന്മാരുടെ കിങ്ങാവാം. എടാ, നിന്നെ ആരെങ്കിലും കള്ളനെന്ന് വിളിച്ചാൽ വിളിക്കുന്നവനെ ജനം തല്ലിക്കൊല്ലും. വലിയ ഏട്ടനോ നശിച്ചു, മറ്റുള്ളവരെ കൂടി വെറുതെ എന്തിനാ നശിപ്പിക്കുന്നത്? എടാ മണ്ട, ഈ നാട്ടിലെ സത്യസന്ധന്മാരാ കണ്ണീരും കടമൊക്കെ ആയിട്ട് നശിച്ചു പോകുന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളെ സംരക്ഷിക്കാൻ ദത്തൻ സാറുണ്ടാ. നോക്ക്, പെട്ടെന്ന് ഓൺ ചെയ്യ്. ഇതാണ് ദത്തൻ സാർ. കണ്ടല്ലോ, ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും സകല അടവുകളും നയങ്ങളും പയറ്റി തെളിഞ്ഞ ആളാ ദത്തൻ സാർ. മംഗലാപുരത്ത് നിന്ന് ഈ നഗരത്തിലാ പടർന്ന് പന്തലിച്ചതും വേരൂന്നിയും. അങ്ങ് ഡൽഹി വരെ കോടികൾ എറിഞ്ഞ് നേടിയെടുത്തതാ ഈ വ്യവസായ നഗരത്തിലെ MLA സീറ്റ്. ആ ദത്ത സാറിന്റെ ഇടം കയ്യാ ഈ ചെങ്കീരി സേതു. അദ്ദേഹത്തിന്റെ സംരക്ഷണമുള്ളപ്പോൾ നമ്മളെല്ലാവരും സുരക്ഷിതരാ. എവിടെയും എപ്പോഴും എങ്ങനെയും കക്കാം. ഞാൻ പോവാ. കുട്ടിക്കാലത്ത് നാട് വിട്ടുപോയ എന്റെ വലിയേട്ടനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. പിന്നെ നിങ്ങൾ ഇത്രയും വലിയ സാമൂഹ്യ ദ്രോഹിയാണെന്നെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. നീ വിചാരിക്കുന്നത്ര സാമൂഹ്യ ദ്രോഹികൾ അല്ലടാ കള്ളന്മാർ. ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ മോഷ്ടിക്കുന്ന കാശ് സമൂഹത്തിൽ തന്നെ കിടന്ന് ചുറ്റപ്പെടുകയാണ്. ഉദാഹരണത്തിന് നീ ഒന്ന് സങ്കല്പിക്കും, എന്റെ ഗ്യാങ്ങിലുള്ള 2 പേർ ഒരു കൊള്ളപ്പലിശക്കാരന്റെ വീട്ടിലോട്ട് കയറിയിട്ട് ദേ ടിങ് ടോങ്. നിന്നെ മറക്കുന്ന പച്ചക്കണ്ണ. വിഷുല് കണ്ടല്ലോ, വെറുതെ വീട്ടിൽ അട്ടിയിട്ട് വെച്ചിരുന്ന കാശ് ഞങ്ങൾ കാരണം എത്ര പേർക്കാ പ്രയോജനപ്പെട്ടത്? ഇനി പറ, ഞങ്ങൾ സാമൂഹ്യ ദ്രോഹികളാണോ സാമൂഹ്യ സേവകരാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വലിയേട്ടനാ ഞാൻ നോക്കില്ല, എന്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. അവിടെ നിൽക്കാൻ. നീയാ എനിക്ക് സ്റ്റേഷനിൽ ജാമ്യം നിന്നത്.
അതുകൊണ്ട് സ്റ്റേഷൻ പരിധി വിട്ട് പോകാൻ പാടില്ല. ജീവിതത്തിന്റെ പരിധിയിൽ നിന്ന് തന്നെ പുറത്തായി, പിന്നെയാണ് സ്റ്റേഷന്റെ പരിധി. പോരാ അവിടുന്ന്. ഒന്നുകൂടി പ്രേരിപ്പിച്ച് നോക്ക്. നല്ല ഐശ്വര്യമുള്ള കള്ളനാ. പ്രേരിപ്പിക്ക്. ഓടാ പണ്ട് കുട്ടിക്കാലത്ത് വീട്ടിൽ വെച്ച് ഇവനെ വേറൊരു കാര്യത്തിന് പ്രേരിപ്പിച്ചതാ. അന്നും വിരൽ വെച്ച് പൊക്കിളാത്തൊരു കുത്തിട്ട് ഏഴിന്റെ എനിക്ക് ബോധം വീണതിന് ശേഷം എനിക്കൊന്നും ഓർമ്മയില്ലാതായി. പോട്രാ ബുദ്ധിയില്ലാത്തവൻ. കൈവിട്. ധൈര്യമായിട്ടിരിക്കും, നമുക്ക് സംസാരിക്കാം. എനിക്ക് നിങ്ങളോടല്ല സംസാരിക്കാനുള്ളത്, MLA. അതിനല്ലേ രമേശ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമുക്ക് സംസാരിക്കാന്നേ. ഇവനെ മനസ്സിലായില്ലേ? രമേശൻ. ഓ രമേശൻ, ഇവന് സാറിനോടൊന്ന് സംസാരിക്കണം. ഇങ്ങോട്ട് എന്തിനാണോ ഒരു പാവത്തിനെ തല്ലി ചതിക്കുന്നത്? സാറ് ഭൂമി കയ്യേറിയെന്ന് പറഞ്ഞ് പൗരസമിതി ഉണ്ടാക്കിയത് ഇവനാണ് സാർ. ഓ, അവനങ്ങ് കൊണ്ടുപോവാ. നടക്കട അങ്ങോട്ട്. വിട് പോട്ടെ. അവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവിടെ നടന്നത് ഭൂമി കയ്യേറ്റമല്ല രമേശ. പിന്നെ ഇങ്ങനെ 200 ഏക്കറോളം വനഭൂമി നിങ്ങളുടെ കയ്യിലായത്? അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. വന്നാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. താനൊന്നും പറയണ്ടോ. പ്രകൃതി സംരക്ഷിക്കേണ്ട നിങ്ങളെ പോലുള്ള നിന്റെ ഒരു പ്രകൃതി. ഈ ഭൂമി പ്രകൃതിയൊക്കെ നീ ജനിച്ചപ്പോ നിന്റെ കൂടെ ഉണ്ടാക്കിയതാണോ? കുറെ ഭൂമി ഞാൻ സംരക്ഷിക്കാൻ പോവാ. അവന്റെ അമ്മയുടെ ഒരു പ്രകൃതി. അവരെ സമ്മതിയെന്നും പറഞ്ഞ് ഇനി നിന്റെ നാവ് പൊന്തിയാൽ കത്തിച്ചു കളഞ്ഞാൽ അമ്മയും പെങ്ങന്മാരും ചേർത്ത് അറിയില്ല നിനക്കെന്നെ കൊണ്ടുപോയി കളണം. MLA മൂടോട്ടാണെങ്കിൽ ഡിസ്കഷൻ നാളത്തേക്ക് മാറ്റാം. എന്ത് മൂടോട്ട്? ഇതൊക്കെ നിത്യ വിഷയങ്ങളല്ലേ. അപ്പോ ആ ഹോസ്പിറ്റൽ കോംപ്ലക്സിന്റെ സ്കെച്ച് കിട്ടിയിട്ടുണ്ടോ? SP വരണം SP സാർ. എന്താ സാർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്റെ SP സാറേ, ഞങ്ങളൊന്നും ഞാൻ പറയാം. CK ഗ്രൂപ്പിന്റെ പാലച്ചൂടിലെ ഷോപ്പിംഗ് മാളില്ലേ, ആ പണി തീർന്നു വരുന്ന ചിലപ്പോ അവിടെ ഒരു ബ്ലാസ്റ്റ് നടന്നേക്കാം, ഒരു സ്ഫോടനം. അല്ല സാർ, അത് ഞങ്ങളുടെ മാളിന്റെ പണിയും പൂർത്തിയായി വരികയാണല്ലോ. CK ഗ്രൂപ്പിൻ്റെത് ഞങ്ങൾ വില പറഞ്ഞ് ചോദിച്ചതാ, പക്ഷെ അവന്മാർ തരുന്നില്ല. സിറ്റിയിൽ എന്തായാലും അടുത്തടുത്ത് 2 മാള് വേണ്ട. 1 മാസത്തെ അവധി കൊടുത്തിട്ടുണ്ട്. അതിനകം അനുകൂലമായൊരു മറുപടി കിട്ടിയില്ലെങ്കിൽ അതങ്ങ് സംഭവിക്കും. ഒന്ന് നോക്കിക്കൊള്ളണം. എന്നെ വരക്കല്ലേ സാറേ. അതെന്താ അങ്ങനെ ഒരു പറച്ചില്? ഞങ്ങൾ കാരണം നിങ്ങൾക്ക് നേട്ടങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളൂ. അത് നേരാ. അങ്ങനെയാണെങ്കിൽ ഈസ്റ്റ് സർക്കിളിലെ CA ഒന്ന് മാറ്റണം. പാലച്ചോട് ഈസ്റ്റിലാണല്ലോ അവൻ ആളിത്തിരി പെശക. പകരം ആരെ വേണം പറഞ്ഞോ? ഹോം മിനിസ്റ്ററോട് ഞാൻ പറയാം. അടുത്ത ആഴ്ച തന്നെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റ് നടക്കും. നമ്മുടെ പരിധിക്കൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു പാവത്താനുണ്ട്, സാജൻ ജോസഫ്. ഇപ്പോൾ ട്രാഫിക്കിലാ. ഒരു സ്വതന്ത്ര സ്റ്റേഷന്റെ ചാർജിന് വേണ്ടി കൊതിച്ചിരിക്കുക അയാള്. എന്താ മോനെ ഈ കാക്ക കുളിച്ചാ കൊക്കാവൂ? അല്ല, അപ്പച്ചനോട് ക്രീം ഇടാന്ന് പറഞ്ഞപ്പോ അമ്മച്ചി ചോദിച്ചതാ. നിന്റെ അമ്മച്ചിക്ക് അസൂയടാ. അതൊന്നും എനിക്കറിയില്ല. അമ്മച്ചി വിളിക്കുന്നുണ്ട്. എന്തിനാടാ? മീൻ വെട്ടാൻ. അല്ല, മീൻ എന്തെങ്കിലും ഇറക്കി വെക്കാൻ. കഷ്ടം.